വയനാട്ടിലെ വന്യജീവി ആക്രമണങ്ങൾ നേരിടാൻ പണം അനുവദിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി 50 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സൂര്യ, താൽക്കാലിക ആശ്വാസം എന്ന് പറയാം അല്ലേ? തീർച്ചയായിട്ടും. അതായത് കഴിഞ്ഞ മാസം 24-ാം തീയതിയാണ് പഞ്ചാരക്കൊല്ലിയിൽ കടുവയുടെ ആക്രമണത്തിൽ രാധ എന്ന ആദിവാസി യുവതി കൊല്ലപ്പെടുന്നത്. അതിനുശേഷം ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ജില്ലാ കളക്ടർ പണം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ദുരന്ത നിവാരണ വകുപ്പിനോടാണ് പണം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. കളക്ടറുടെ ആവശ്യപ്രകാരം കൂടിയാണ് 50 ലക്ഷം രൂപ അടിയന്തര സഹായമായിട്ട് ഇപ്പോൾ ദുരന്ത നിവാരണ വകുപ്പ് വയനാടിനായിട്ട് നൽകിയിട്ടുള്ളത്. ഈ വന്യമൃഗ ശല്യവും അതേ തുടർന്നുള്ള മരണങ്ങളും രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് ഈ പണം നൽകിയിരിക്കുന്നത്. ലഘൂകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് 50 ലക്ഷം രൂപ വയനാടിനായിട്ട് നൽകിയിട്ടുള്ളത്. ഈ പണത്തിൽ നിന്നും വനാതിർത്തികളിലെ അടിക്കാട് അടക്കം വെട്ടിത്തെളിച്ച് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ലഘൂകരിക്കണമെന്നൊരു ആവശ്യം കൂടിയാണ് ദുരന്ത നിവാരണ വകുപ്പ് നൽകിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള തീരുമാനം 26-ാം തീയതി തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. വനം വകുപ്പ് വയനാടിനായിട്ട് ദുരന്ത നിവാരണ വകുപ്പിൽ നിന്നും പണം നൽകാനുള്ള ഒരു തീരുമാനം അത് 26-ാം തീയതി തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒരു ഉത്തരവായിട്ട് പുറത്തു വരുന്നത് ഇന്ന് ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ പണം ജില്ലാ കളക്ടർക്ക് കൈമാറും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. ശരി സൂര്യ, ഈ ഒരു സാഹചര്യത്തിൽ ഏറെ ആശ്വാസം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. കൂടുതൽ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്.